വെൽക്കം ബാക്ക് ടു ജീനോ ടെക് വ്ലോഗ്സ്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഫോൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് വിവോയുടെ Y51 Pro എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോണാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ഫോൺ റിവ്യൂ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയ കൊട്ടും ബഹളമൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് ലോഞ്ച് ആയിട്ടുള്ളൊരു ഫോണാണ്. ബട്ട് ഓഫ്ലൈൻ മാർക്കറ്റിൽ ഒരുപാട് സെയിൽസ് നടക്കാൻ സാധ്യതയുള്ളൊരു ഫോണാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോൺ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഈ ഒരു ഫോൺ വാങ്ങിക്കാൻ പ്ലാൻ ഇടുന്ന ആൾക്കാർ അല്ലെങ്കിൽ കടയിൽ പോയിട്ട് ഈ ഒരു ഫോണിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ട് വീട്ടിൽ വന്ന് യൂട്യൂബിൽ നോക്കുന്ന സമയത്ത് അവിടെ റിവ്യൂസ് നോക്കുമ്പോൾ മലയാളം റിവ്യൂസ് വളരെ ലിമിറ്റഡ് ആയിരിക്കും. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. സോ ഇതൊരു നോർമൽ ഫോണാണ്. ഏകദേശം ഒരു 25,000 അല്ലെങ്കിൽ അതിൻ്റെ 256 GB ഒരു 28,000 രൂപയ്ക്കൊക്കെ ബഡ്ജറ്റിലുള്ള ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫോണാണിത്. സോ ഈ ഒരു ഫോണിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകതകളും ഇതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഫസ്റ്റ് നമ്മൾ പറയാറുള്ള പോലെ ഈ ഒരു ഫോണിൻ്റെ ഡിസൈനെ പറ്റി സംസാരിക്കാം. അടിപൊളി ഒരു പ്രീമിയം ഡിസൈനിൽ വന്നിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫോണാണെന്ന് പറയേണ്ടി വരും. കാരണം അമ്മാതിരി ലുക്കാണ് ഈ ഒരു ഫോണിൻ്റെ ഏതൊരു ആംഗിൾ നോക്കിയാലും എനിക്ക് കിട്ടുക. ഈ ഒരു ഫോണിൻ്റെ ലുക്ക് കൂടിയാണ് ഞാൻ ഈ ഒരു ഫോണ് റിവ്യൂ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ ഫോൺ എടുക്കാറ് നമ്മുടെ ജപ്പാൻ സ്ക്വയറിൽ നിന്നാണ്. സോ ആ ഒരു ജപ്പാൻ സ്ക്വയറിൽ ഈ ഒരു ഫോൺ കണ്ട് എനിക്ക് അപ്പം തന്നെ എൻ്റെ കണ്ണ് സ്ട്രൈക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു ഫോൺ റിവ്യൂ ചെയ്യാനായിട്ട് എടുത്തത്. സോ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ജപ്പാൻ സ്ക്വയറിനെ കോൺടാക്ട് ചെയ്യാം. ഏകദേശം 12 ഷോറൂമുള്ള ഒരു വലിയ ടീമാണിത്. സോ നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫറിൽ ബെസ്റ്റ് ഗിഫ്റ്റോട് വിട്ട് ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ഫോൺ വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് ജപ്പാൻ സ്ക്വയറിനെ കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ അവിടെ കൊടുക്കാം. സോ നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് തിരിച്ചു വരാം. സോ ഡിസൈൻ വൈസ് ഒരു കിഡിലൻ ഡിസൈനിൽ വന്നിട്ടുള്ള ഒരു ഫോണാണിത്. മാത്രമല്ല IP68 അതുപോലെ തന്നെ IP69 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. സോ ഈ ഒരു ബഡ്ജറ്റിൽ ഇത്രയും വലിയൊരു വാട്ടർ പ്രൊട്ടക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. നമുക്കറിയാം 1.5 ലക്ഷം രൂപ വരെ വിലയുള്ള ഫോണുകളിൽ പോലും ഇപ്പോൾ IP68 ഒക്കെ ആയിട്ടാണ് വരുന്നത്. ആ ഒരു സമയത്ത് ഈ ഒരു ബഡ്ജറ്റ് ഫോണിൽ നമുക്ക് IP69 റേറ്റിംഗ് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. സോ ക്യാമറയെ പറ്റി നമുക്ക് കൂടുതൽ സംസാരിക്കാം. സോ ഇതാണ് ഈ ഒരു ഫോണിൻ്റെ റേറ്റിംഗ് ആയിട്ട് വരുന്നത്. മാത്രമല്ല ഈ ഒരു ഫോണിൻ്റെ ഫെസ്റ്റീവ് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളറുണ്ട്. അതൊരു കിടിലൻ കളർ തന്നെയാണ്. വേറെ ലെവൽ സാധനമാണ്. നിങ്ങൾക്ക് നേരിട്ട് പോയി എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് എന്തായാലും ഇഷ്ടപ്പെടും ഉറപ്പാണ്. കാരണം ഒരു ബ്ലാക്ക് ഫ്രെയിമൊക്കെ ആയിട്ട് ഇവിടെ റെഡ് കളറൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു ഫെസ്റ്റീവ് റെഡ് അടിപൊളി കളറാണ്. അതുപോലെ തന്നെ ഈ ഒരു കളർ വരുന്നത് നോബിൾ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ്. സോ കളർ വൈസ് എല്ലാം സെറ്റാണ്. മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ക്യാമറ ബമ്പ് കണ്ടോ, അതൊരു മെറ്റാലിക് ഫ്രെയിമാണ് കേട്ടോ. സോ ഇതൊരു മെറ്റാലിക് ഫ്രെയിമിലാണ് ഇതിൻ്റെ ക്യാമറ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെയൊക്കെ ചെറിയൊരു കർവി ഡിസൈനാണ്. ഇനി ഫ്രണ്ട് ഡിസൈൻ നോക്കുകയാണെങ്കിൽ അത് കുറച്ച് ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ പോലെ തോന്നി. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താഴെ ചെറിയൊരു ചിഹ്നം നമുക്ക് കാണാൻ പറ്റും. ഒരു ചെറിയൊരു തിക്നെസ് ഉണ്ട്. ഇപ്പോൾ എല്ലാം യൂണിഫോം ബസ്സിലായിട്ട് വരുന്ന ഫോണുകളാണ്. സോ ആ ഒരു ടൈമിൽ ഇവിടെ ചെറിയൊരു ചിഹ്നം വരുന്നുണ്ട്. ബട്ട് ഈ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ അത് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ എടുക്കാൻ പോകുന്ന ആൾക്കാർ അത് വലിയൊരു സംഭവമായിട്ട് കൺസിഡർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അതർവൈസ് ഡിസൈനൊക്കെ വേറെ ലെവലാണ്. നമ്മുടെ ഫ്രെയിം നോക്കുകയാണെങ്കിലും കളർ നോക്കുകയാണെങ്കിലും എല്ലാം കൊണ്ടൊരു പ്രീമിയം ഡിസൈൻ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി സംസാരിക്കാം. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഇതിൽ വന്നിരിക്കുന്നത് ഒരു 50 മെഗാപിക്സലിൻ്റെ സെൻസറാണ്. ആക്ച്വലി ആ ഒരു സെൻസർ മാത്രമേ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ രണ്ടാമത്തെ ക്യാമറ എന്താണെന്നുള്ളത്. രണ്ടാമത്തെ ക്യാമറ ജസ്റ്റ് ഒരു ക്യാമറ പോലെ തോന്നിക്കുന്ന ഒരു സെൻസറാണ് 2 മെഗാപിക്സലിൻ്റെ. അതായത് നമ്മൾ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സെൻസറാണ് ഈ വെച്ചിരിക്കുന്നത്. ഇതൊരു ക്യാമറ അല്ല, ആക്ച്വലി ഒരു സിംഗിൾ ക്യാമറയാണ് റിയറിൽ വരുന്നത്. അത് 50 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു പഞ്ച് ഹോൾ ക്യാമറയാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ഫ്രണ്ടിലെ സാമ്പിൾസും അതുപോലെ തന്നെ റിയർ ക്യാമറയിലെ ഫോട്ടോ ആൻഡ് പോർട്രേറ്റ് ഫോട്ടോ സാമ്പിൾസൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. സോ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി വിവോ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എനിക്ക് എന്തായാലും ഈ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതിൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നാൽ ഈ ഒരു ബഡ്ജറ്റിൽ വളരെ അപൂർവം ചില ഫോണുകളിൽ 2x ടെലിഫോട്ടോ ലെൻസൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ ഈ ഫോണിന് അതിനേക്കാൾ കുറച്ച് പ്ലസ് പോയിന്റ്സ് ഉണ്ട് ഞാൻ പറയാം. സോ അങ്ങനെ സാധ്യതയുണ്ട്. സോ അത് ആ ഒരു പരിപാടിയിലില്ല. ടെലിഫോട്ടോ ലെൻസോ വൈഡ് ലെൻസോ ഇല്ല, മെയിൻ ക്യാമറ മാത്രമേ. ബട്ട് മെയിൻ ക്യാമറ വെച്ചെടുക്കുന്ന ഫോട്ടോസ് അടിപൊളിയാണ്. ഇനി വീഡിയോ വെച്ച് നോക്കുകയാണെങ്കിൽ വീഡിയോയിൽ നമുക്ക് 4K 30 FPS വീഡിയോ വരെ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് HD 60 FPS ഇല്ല, HD 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 4K 30 FPS നമുക്ക് ഇതിൻ്റെ ക്യാമറ ഉപയോഗിച്ച് എടുക്കാൻ പറ്റുന്നുണ്ട്. സോ 4K വീഡിയോ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കും ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ 4K എടുക്കാൻ പറ്റുന്ന ഒരു ഫോണാണ് ഇതെന്ന് പറയാം. സോ ഇതൊക്കെയാണ് നമ്മുടെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വീഡിയോ, ഫ്രണ്ട് ക്യാമറ വീഡിയോ അതുപോലെ തന്നെ റിയർ ക്യാമറ വീഡിയോ സാമ്പിൾസ് ഒന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു ക്വാളിറ്റിയിലായിരിക്കും നമ്മുടെ വിവോ Y51 Proൻ്റെ റിയർ ക്യാമറയിൽ 4K 30 FPS വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുക.
സോ അത്യാവശ്യം നല്ല രീതിയിൽ വോയിസ് ഒക്കെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്, നമുക്ക് ഡ്യുവൽ മൈക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അത്യാവശ്യം ക്ലാരിറ്റിയും കിട്ടുന്നുണ്ട്, നല്ല കളർ ബാലൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതാണ് 4K 30fps. ഇതുകൂടാതെ നമുക്ക് HD 30fps ഷൂട്ട് ചെയ്യാൻ സാധിക്കും. HD 60fps ഇവിടെ അവൈലബിൾ അല്ല. സോ അതുകൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോസ് എടുക്കാമായിരുന്നു. ബട്ട് നമുക്ക് 4K 30fps ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഈ ഒരു ക്വാളിറ്റിയിലായിരിക്കും നമുക്ക് ഇതിൻ്റെ റിയർ ക്യാമറ വെച്ച് വീഡിയോസ് എടുക്കാൻ പറ്റുക. ഈ ഒരു ക്വാളിറ്റിയിലായിരിക്കും കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുക. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് HD 30fps ആണ് മാക്സിമം വരുന്നുള്ളൂ. 4K വീഡിയോ സപ്പോർട്ട് ഫ്രണ്ട് ക്യാമറയിലില്ല. സോ അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. പക്ഷേ ആ ഒരു ബാക്കിലെ ലൈറ്റ് ബാലൻസ് ഒക്കെ കുറച്ച് കുഴപ്പമാണ്. ഇങ്ങനെയാണ് ആ ഒരു ഡൈനാമിക് റേഞ്ച് വരിക. ഡൈനാമിക് റേഞ്ചൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഫേസിൽ അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും നോർമൽ വിഷ്വൽസിൽ കുറച്ച് ലൈറ്റ് ബാലൻസ് കുറച്ച് പ്രശ്നമാണ്. നല്ല അത്യാവശ്യം നല്ല ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ഇനി പറയാൻ പോകുന്ന ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഭാഗം കേട്ടോ, ബാറ്ററി. ഈ ഒരു ഫോണിൽ എത്ര ബാറ്ററി വരണമെന്ന് അറിയോ? ഈ ഒരു ഫോണിൽ നമുക്ക് 7200 mAh ബാറ്ററി സപ്പോർട്ടാണ് വരുന്നത്. ഒരു ഹ്യൂജ് ബാറ്ററിയാണ്, ഒന്നും പറയാനില്ല. നമുക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ ഒരു നോർമൽ യൂസിൽ കൊണ്ടുപോകണമെങ്കിൽ ഒരു 3 ദിവസം 4 ദിവസം കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കാരണം ഇതിൻ്റെ ചിപ്സെറ്റ് ഭയങ്കര പവർ എഫിഷ്യൻ്റാണ്, ഡിസ്പ്ലേ പവർ എഫിഷ്യൻ്റാണ്, മൊത്തത്തിൽ ഈ ഒരു ഫോൺ പവർ എഫിഷ്യൻ്റാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ബാറ്ററി വരുമ്പോൾ നല്ല ബാക്കപ്പ് കിട്ടുന്നുണ്ട്, യാതൊരു സംശയവും വേണ്ട, അടിപൊളിയാണ്. ഇനി നിങ്ങളുടെ യൂസ് അനുസരിച്ചിട്ട് ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാം, എന്നാലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത്രയും വലിയ ബാറ്ററി വന്നു എന്ന് വിചാരിച്ച് ഇതിന് വലിയൊരു തിക്നെസ് ഒന്നും വന്നിട്ടില്ല. കണ്ടാ, ഒരു നോർമൽ ഫോണുകളൊക്കെ ഇപ്പോൾ ഇറങ്ങുന്ന പോലത്തെ ഒരു തിക്നെസ് തന്നെ ഉള്ളൂ. സോ അത്രയും സ്ലിം ആയിട്ട് തന്നെയാണ് ഈ ഒരു 7200 mAh ബാറ്ററി ഒരു കൊടുത്തേക്കണം. അതെനിക്ക് ഭയങ്കര അടിപൊളി സംഭവമായിട്ട് തോന്നി. സോ ആ ഒരു ഫാക്ടർ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ ഈ ഫുഡ് ഡെലിവറിന് ചേട്ടന്മാർ, അല്ലെങ്കിൽ മറ്റ് ഡെലിവറി പരിപാടികൾക്ക് പോകുന്ന ചേട്ടന്മാർ, അല്ലെങ്കിൽ സെയിൽസിന് പോകുന്ന ചേട്ടന്മാർ, അതായത് പെട്ടെന്ന് പെട്ടെന്ന് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന ആൾക്കാർ, ട്രിപ്പിന് പോകുന്ന ആൾക്കാർ, അവർക്കൊക്കെ ഒരു അടിപൊളി ഓപ്ഷൻ ആയിരിക്കും ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ ഈ ഒരു 7200 mAh ബാറ്ററി കിട്ടാൻ പറയുന്നത്. സോ ഇവിടെയാണ് ഗൈസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 1.5 ലക്ഷം 2 ലക്ഷം ഒക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന ഫോണുകളിൽ എത്രയാണ് ബാറ്ററി? ആ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ ആ ഫോൺ ഈ ഫോണും ഈക്വലാന്നല്ല പറഞ്ഞാൽ, അതിന് ക്യാമറ പരിപാടികളൊക്കെ കൂടുതലായിരിക്കും, ഡിസ്പ്ലേ അടിപൊളിയായിരിക്കും. എന്നിരുന്നാലും ഈ ഒരു 25,000 സ്റ്റാർട്ടിങ് വരുന്ന ഫോണിൽ 7200 mAh ബാറ്ററി ഉണ്ട്. പിന്നെ അതിൻ്റെ ചാർജർ നമുക്ക് വരുന്നത് 44 വാട്ടിൻ്റെ ചാർജറാണ്. അത് കുറച്ച് കുറഞ്ഞു പോയി, കാരണം ഇത്രയും ഹ്യൂജ് ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി കൂടി ഒരു ഫാസ്റ്റ് ചാർജർ കൊടുക്കായിരുന്നു. എന്നാൽ ഈ പറയുന്ന 44 വാട്ടിൻ്റെ ചാർജർ നമ്മുടെ ബോക്സിൽ അവൈലബിൾ ആണ്. അതിനുവേണ്ടി പ്രത്യേകിച്ച് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ചില ബ്രാൻഡുകളൊക്കെ ഇപ്പോൾ ചാർജർ ഒഴിവാക്കുമ്പോഴും ഇവർ ചാർജർ ഇപ്പോഴും ഒഴിവാക്കുന്നില്ല, ഡീസൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു ചാർജർ ഉപയോഗിച്ച് നമ്മൾ 43 മിനിറ്റ്സ് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ 50% ചാർജ് ആവുമെന്ന് പറയണേ. അപ്പോൾ എന്തായാലും ഒരു 1 അവറിന് മേലെ തന്നെ ചാർജ് ചെയ്താലാണ് ഇതിന് ഫുൾ ചാർജ് ആക്കാൻ പറ്റുള്ളൂ. എന്നാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഓവർനൈറ്റ് ചാർജ് ചെയ്യായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഈ ഒരു ചാർജർ വെച്ചിട്ടും. സോ ഇതാണ് ഇതിൻ്റെ ബാറ്ററിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ബൈപ്പാസ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്, അതും ഒരു അടിപൊളി ഫീച്ചറാണ്. നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ബാറ്ററി കഴിഞ്ഞിട്ട് ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കണം, അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ചാർജർ കുത്തിയിട്ട് കഴിഞ്ഞാൽ ആ ചാർജർ കാരണം നിങ്ങളുടെ ബാറ്ററി കംപ്ലൈൻ്റ് ആവുമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ഒരു ചാർജ് ഡയറക്റ്റ് നിങ്ങളുടെ ഫോണിലേക്ക് പോകുന്ന ബൈപ്പാസ് ടെക്നോളജി ഉണ്ട്. സോ ഇതൊക്കെയാണ് ബാറ്ററി സൈഡ് എന്ന് പറയുന്നത്. സോ ബാറ്ററി സൈഡ് വേറെ ലെവലാണ്. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഒരു 30,000-35,000 രൂപയ്ക്കൊക്കെ ഇപ്പോൾ വരുന്ന പുതിയ ഫോണുകളുടെ ചിപ്സെറ്റ് വളരെ ഷോക്കാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇതിലത്തെ ചിപ്സെറ്റ് വളരെ ബെറ്ററാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം ഒരു 25,000 ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. ചിലപ്പോൾ പ്രൈസ് ചെറിയ രീതിയിൽ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറാട്ടോ, കാരണം ഇപ്പോൾ ഓഫറൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ചിലപ്പോൾ ഓഫർ മാറാം, അങ്ങനത്തെ ചെറിയ വ്യത്യാസം ഉണ്ടാകുമ്പോൾ. അപ്പോൾ ആ ഒരു പ്രൈസ് അത് തന്നെയാണ് നിങ്ങൾ വിചാരിക്കരുത്. സോ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇതിൽ കിട്ടുന്ന ചിപ്സെറ്റ് അടിപൊളിയാണ്. ഡയമണ്ട് സിറ്റിയുടെ 7360 ടർബോ എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റാണ് വരുന്നത്. കാരണം കുറച്ച് കാലം മുന്നേ ഡയമണ്ട് സിറ്റിയുടെ 7300 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് അടിപൊളി ഹിറ്റ് ആയിരുന്നു. സോ അതിൻ്റെ ഒരു പിൻ തലമുറക്കാരൻ തന്നെയാണിത്. ഇതൊരു 4 നാനോമീറ്റർ ചിപ്സെറ്റാണ്. സോ അതുകൊണ്ട് അത്യാവശ്യം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി തന്നെയാണ് ഇതിൽ വരുന്നത്. കാരണം ഇപ്പോൾ വരുന്ന പ്രീമിയം ഫോണുകളിലൊക്കെ കൂടുതലും 3 നാനോമീറ്റർ ചിപ്സെറ്റാണ് വരുന്നത്. ഇതിൽ നമുക്ക് 4 നാനോമീറ്റർ ചിപ്സെറ്റ് വരുന്നുണ്ട്. ഇതിൽ ഓൺ ടു സ്കോർ നോക്കുകയാണെങ്കിൽ ഒരു 9 ലാഖിൻ്റെ അബോക്കെ നമുക്ക് ഓൺ ടു സ്കോർ വരുന്നുണ്ട്. അതുപോലെ തന്നെ UFS 3.1 സപ്പോർട്ട് വരുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള ഒരുപാട് പരിപാടികൾ ഈ ഒരു ഫോണിൻ്റെ ചിപ്സെറ്റിൽ വരുന്നുണ്ട്. എന്നാൽ നമുക്ക് BGMI ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഇപ്പോൾ നമുക്ക് 60 FPS സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. കാരണം ഇത്തരം ഫോണുകൾ ഒരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോണുകളല്ലാത്തതുകൊണ്ട് ഒരു പക്ഷേ BGMI കമ്പനിക്കാർ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള 90 FPS അല്ലെങ്കിൽ 120 FPS ഒന്നും ഇറക്കാനുള്ള സാധ്യതകളില്ല. ബട്ട് ഡയമണ്ട്സിയുടെ 7300 വെച്ച് വരുന്ന ഫോണുകളിൽ ചില ഫോണുകളിലൊക്കെ ഈ പറഞ്ഞ മാതിരി നമ്മുടെ BGMI 120 FPS കളിക്കാൻ പറ്റുന്നുണ്ട്. സോ ഇതിൽ 60 FPS സപ്പോർട്ട് ഇപ്പോഴും അൺലോക്ക് ആയിട്ടുള്ളൂ. ഇനി ഭാവിയിൽ അത് അൺലോക്ക് ആവുമോ നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇതൊക്കെയാണ് ചിപ്സെറ്റ് സൈഡ് നോക്കുമ്പോൾ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ചിപ്സെറ്റ് ആണ്. എന്ന് വെച്ചാൽ ഇതൊരു ഗെയിമിംഗ് ഫോണോ അല്ലെങ്കിൽ ഭീകരമായിട്ടുള്ള പെർഫോമൻസ് ഉള്ള ഫോണോ ആണ് എന്നല്ല ഞാൻ പറയണത്. ഒരു നോർമൽ റേഞ്ചിലുള്ള പെർഫോമൻസ് ഇതിലേക്ക് ഓക്കെയാണ്. പിന്നെ USB-C 2.0 സപ്പോർട്ട് വരുന്നുണ്ട്, OTG സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് പെർഫോമൻസ് ആയിട്ടെന്ന് പറയാനുള്ളത്. ഇനി ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ എല്ലാ ഫോണുകളും സൂപ്പർ AMO LED അല്ലെങ്കിൽ OLED ഡിസ്പ്ലേകളൊക്കെയാണ് വരുന്നത്. എന്നാൽ ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്നത് IPS LCD ഡിസ്പ്ലേ ആണ്.
കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഒക്കെ ഉള്ള ഡിസ്പ്ലേ തന്നെയാണ്. ബട്ട് AMOLED ഡിസ്പ്ലേ അല്ല. AMOLED ഡിസ്പ്ലേ അതുപോലെ തന്നെ നോർമൽ ഡിസ്പ്ലേ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് AMOLED ഡിസ്പ്ലേകളാണെങ്കിൽ നമ്മുടെ ബ്ലാക്ക് കളറൊക്കെ കുറച്ചുകൂടി ഡീപ്പായിരിക്കും. എന്നാൽ ഈ ക്യാമറയിൽ കുറച്ച് ബ്ലാക്ക് കളർ ആണെങ്കിലും അവിടെ ചെറിയൊരു ഫെയ്ഡ് ആയിട്ടുള്ളൊരു വൈറ്റ് കളർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് വ്യത്യാസം. അത് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ LCD ഡിസ്പ്ലേ ആണ് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഈ ഒരു ബഡ്ജറ്റിൽ ഫോൺ എടുക്കുന്ന ആൾക്കാർ നേരത്തെ പറഞ്ഞ മാതിരി ഇത് വലിയൊരു വിഷയമാക്കാൻ ചാൻസ് ഇല്ല. എന്നാലും ഇതൊരു AMOLED ഡിസ്പ്ലേ ആണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല റെക്കമെൻഡബിൾ ആയിട്ടുള്ള ഒരു ഫോണായി മാറിയ ഒന്നുകൂടി. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. ഇതിൽ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 6.75 ഇഞ്ച് സൈസുള്ള ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ മറ്റേ ബ്ലൂ ഫിൽറ്റർ, ലെസ് ബ്ലൂ ഫിൽറ്റർ ആയിട്ടുള്ള TUV റെയിൻലൈനിൻ്റെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. HBM ബ്രൈറ്റ്നസ് ആയിട്ട് 1250 നിറ്റ്സിൻ്റെ സപ്പോർട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ PPI പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് 256 വരുന്നുള്ളൂ. അത് കുറച്ച് കുറഞ്ഞു പോയ പോലെ എനിക്ക് തോന്നി. അത് നമുക്ക് വളരെ അടുത്ത് വന്ന് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ഫോണ്ടിൻ്റെ ഒക്കെ ഒരു ഷാർപ്പ്നെസ് കുറവ്. അത് വലിയ വിഷയമൊന്നുമല്ല, എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. ബട്ട് ഇപ്പോഴത്തെ ഫോണുകളൊക്കെ കൂടുതലും 400 PPI ഒക്കെയാണ് വരാറുള്ളത്. പിക്സൽ പെർ ഇഞ്ചാണ് വരാറ്. അത് ഒരു ഇഞ്ചിൽ നോക്കുമ്പോഴുള്ള പിക്സലിൻ്റെ നമ്പറാണ് ഈ പറയുന്നത്. എന്നാൽ ഇതിൽ 256 പിക്സൽ പെർ ഇഞ്ചാണ് ഉള്ളത്. സോ അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ബഡ്ജറ്റ് നോക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുമല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ ഡിസ്പ്ലേ അത്യാവശ്യം സെറ്റപ്പ് ആയിട്ടുള്ള ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഈ ഒരു ഡിസ്പ്ലേയുടെ സ്പെക്ക് വരുന്നത്. ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് എത്ര വരുന്നുള്ളത് എവിടെയും ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിലാണെങ്കിലോ അല്ലെങ്കിൽ ഇവരുടെ യൂസർ മാനുവലിലാണെങ്കിലോ അല്ലെങ്കിൽ മറ്റ് സൈറ്റുകളിലാണെങ്കിലും അത് തന്നെ പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്യാത്തതുകൊണ്ടാണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഞാൻ പറയാത്തത്. എന്തായാലും HBM ബ്രൈറ്റ്നസ് ആയിട്ട് 1250 നിറ്റ്സ് കിട്ടും. 1200 മേലാണെങ്കിൽ തന്നെ നമുക്ക് ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും. ഇനി ഈ ഒരു ഫോണിലെ ഓഡിയോ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ ഓഡിയോ ക്വാളിറ്റി വരുന്നുണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു സ്പീക്കർ വെച്ച് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വന്നിട്ടുള്ളത് ഇവിടെയാണ്. നമ്മുടെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് പരിപാടികളല്ല ഇവിടെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ AI സൂപ്പർ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ ഇതിൽ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ലോ സിഗ്നലിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വീഡിയോ കോളിംഗ് ഓഡിയോ കോളിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന പരിപാടികളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോ സ്ട്രീം ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ മാതിരി റേഞ്ച് ഭയങ്കരമായിട്ട് അബ്സോർബ് ചെയ്തിട്ട് ആ ഒരു സ്ട്രീമിങ് അടിപൊളിയാക്കാനുള്ള പരിപാടികളൊക്കെ ആയിട്ടുള്ള സൂപ്പർ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ ഇതിൽ വന്നിട്ടുണ്ട്. അത് കൊള്ളാം, നല്ല ഫീച്ചറാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഒറിജിൻ OS ആണ് വരുന്നത്. വിവോൻ്റെ അടിപൊളി പരിപാടിയായിട്ടുള്ള അടിപൊളി OS ആയിട്ടുള്ള ഒറിജിൻ OS ആണ് നമുക്ക് ഇതിൽ വന്നിരിക്കുന്നത്. മാത്രമല്ല AI പരിപാടികൾ ഒരുപാട് ഇതിലുണ്ട്. AI ഇറേസർ പോലുള്ള പരിപാടികൾ, പിന്നെ AI അസിസ്റ്റൻറ്റ് പോലുള്ള ഒരുപാട് പരിപാടികളുണ്ട്. സോ മൊത്തത്തിൽ ഇതൊക്കെയാണ് അഡീഷണൽ ഫീച്ചേഴ്സ് ആയിട്ട് പറയാനുള്ളത്. ബഡ്ജറ്റ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്. ഇനി ഒരു ഫോണിൻ്റെ ചെറിയ ചെറിയ നെഗറ്റീവ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമില്ല. കാരണം 25,000 രൂപ പ്രൈസ് സ്റ്റാർട്ടിങ് വരുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. നന്നായി ഫോട്ടോ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വൈഡ് ലെൻസ് അല്ലെങ്കിൽ ഒരു ടെലിഫോട്ടോ ലെൻസ് ഇവിടെ മിസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഇപ്പോൾ ഉള്ള മെയിൻ ലെൻസിൻ്റെ അത്യാവശ്യം വൈഡാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് പുറകിലോട്ട് നിന്ന് കഴിഞ്ഞാൽ നല്ല വൈഡ് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. കുറച്ച് സൂം ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടെലിഫോട്ടോ ലെൻസ് പോലെയുള്ള ഫോട്ടോസും എടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. 50 മെഗാപിക്സൽ ക്യാമറ ഇരിക്കുന്നത് കുഴപ്പമില്ല, സെറ്റാണ്. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ AMOLED സ്ക്രീൻ ആക്കാമായിരുന്നു എന്നൊരു സജഷൻ ഉണ്ട്. അതും പ്രശ്നമൊന്നുമില്ല. കാരണം ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ നിർത്താനായിട്ട് ഇതൊക്കെ ചെയ്യേണ്ടി വരും. നിങ്ങൾ ഭയങ്കരമായിട്ട് മൾട്ടിമീഡിയ കൺസംഷൻ, അതായത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സിനിമ കാണുന്ന പരിപാടി ഉണ്ട്, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന പരിപാടി ഉണ്ട്, നിങ്ങൾക്ക് നൈറ്റ് ഫോൺ യൂസ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു AMOLED ഡിസ്പ്ലേയിൽ വരികയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരുന്നു തന്നെ അത് കാണാനായിട്ട്. സോ ആ ഒരു കാര്യമുണ്ട്. സോ ഈ രണ്ട് കാര്യങ്ങൾ ഒഴികെ ബാക്കി നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ ആണെങ്കിലും വേറെ ലെവലാണ്, ബാറ്ററി ആണെങ്കിലും വേറെ ലെവലാണ്, ചിപ്സെറ്റും അത്യാവശ്യം പെർഫോമൻസ് ഉണ്ട്, ക്യാമറയും ഡീസൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട്സ് വരുന്നുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയാണ്. സോ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു ഫോണിനെ പറ്റിയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റിൽ അറിയിക്കാം. പിന്നെ ഈ ഒരു ഫോൺ വാങ്ങിക്കുന്നതിന് പകരം ഇതേ പ്രൈസ് റേഞ്ചിൽ വേറെയും കുറച്ച് നല്ല ഓപ്ഷൻസ് ഉണ്ട്. അതിനും ഈ പറഞ്ഞ മാതിരി ചില നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ആ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിയൽമിയുടെ 15T എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ iQൻ്റെ Z11X എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോൺ വരുന്നുണ്ട്. പിന്നെ OnePlusൻ്റെ Nord C5 എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. പിന്നെ റിയൽമിയുടെ Note 14 Pro, അതുപോലെ തന്നെ പോക്കോൻ്റെ X7 Pro എന്നീ പറഞ്ഞ ഫോണുകളും കുറച്ച് കുഴപ്പമില്ലാത്ത കോമ്പറ്റീറ്റേഴ്സ് ആണ്. എന്നാലും അതിന് ഈ പറഞ്ഞ മാതിരി ചില ചെറിയ നെഗറ്റീവ്സ് ഒക്കെ ഓരോ സൈഡിലുണ്ട്. അത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഞാൻ ജസ്റ്റ് ഓർമ്മയിൽ വന്ന ചില കാര്യങ്ങൾ, ചില ഫോണുകൾ ഇതിൻ്റെ കോമ്പറ്റേറ്റേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. സോ ഇതൊക്കെയാണ് പറയാനുള്ളത് ഗൈസ്. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരു ഫോണിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഫോണിൽ കുറവ് തോന്നിയത്, എന്താണ് ഈ ഫോണിൽ പോസിറ്റീവ് തോന്നിയതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇതുപോലുള്ള അടിപൊളി ടെക് റിവ്യൂസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക. എന്നും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും നിങ്ങൾ പോയിട്ട് ചെക്കൗട്ട് ചെയ്യുക. നമ്മളെല്ലാ വിധത്തിലുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വഴി എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. ഞാനൊരു എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും.
സോ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ. അതുപോലെ തന്നെ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ജപ്പാൻ സ്കോറിനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ബൈ ബൈ ഗൈസ്, ടാറ്റ.